പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ 17 പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ജാമ്യം നൽകിയതിനെതിരെ സുപ്രീം കോടതി. ഹൈക്കോടതി ജാമ്യം നൽകിയത് മതിയായ കാരണങ്ങളില്ലാതെയാണ്. വിശദമായ വാദം കേൾക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണുവിലേക്ക് വരാം. പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിലാണ് 17 പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ സമയത്ത് തന്നെ. അതിനെതിരെ സുപ്രീം കോടതിയിൽ വന്ന ഹർജിയിലാണ് ഇതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മതിയായ കാരണങ്ങളില്ലാതെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയതെന്ന്. ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകുക. ജിഷ്ണു, ഹൈക്കോടതി ജാമ്യം നൽകിയത് മതിയായ കാരണങ്ങളില്ലാതെ എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നപ്പോൾ വിശദമായ വാദം എപ്പോഴാണ് കേൾക്കുക സുപ്രീം കോടതി? ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് ജാമ്യം നൽകിയ വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നൊരു നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. പ്രതികൾക്ക് ജാമ്യം നൽകിയതിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നൊരു നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. പ്രതികൾക്ക് ജാമ്യം നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ട് NIA നൽകിയിട്ടുള്ള അപ്പീലാണ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. അപ്പീൽ പരിശോധിക്കവെയാണ് മതിയായ കാരണങ്ങളില്ലാതെയാണ് 17 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കും ഹൈക്കോടതി ഒരുമിച്ച് ജാമ്യം നൽകിയത് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഓരോ പ്രതികളും ചെയ്തിട്ടുള്ള കുറ്റം സംബന്ധിച്ച് പരിശോധന ഹൈക്കോടതി നടത്തിയിട്ടില്ല. പൊതുവായിട്ടുള്ള പരിശോധന നടത്തിയാണ് ഇത്തരത്തിൽ 17 പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം നൽകിയത്. അതിന് മതിയായ കാരണങ്ങളില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. 2022 ഏപ്രിലാണ് പാലക്കാട് RSS പ്രവർത്തകനായിട്ടുള്ള ശ്രീനിവാസനെ കടയിൽ കയറി പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരർ കൊലപ്പെടുത്തുന്നത്. കേസിലെ പ്രതികൾ മുഴുവനും നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് SDPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ കേസിലാണ് 17 പേരെ കേരള ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഇത് NIA ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തുകയും NIA ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഓരോ പ്രതികൾ ചെയ്ത കുറ്റങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. പക്ഷെ അത് പരിശോധിക്കാതെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം നൽകുന്ന നടപടി ഉണ്ടായത് എന്ന വാദമാണ്, എന്ന പോയിന്റാണ് NIA സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് ചൂണ്ടിക്കാട്ടിയത്. ഇത് പരിശോധിച്ചുകൊണ്ടാണ് മതിയായ കാരണങ്ങളില്ലാതെയാണ് ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത് എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കണം എന്നുള്ളതും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു അപ്പീൽ കോടതിക്ക് മുൻപിലേക്ക് എത്തിയത് പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ NIA നൽകിയിട്ടുള്ള അപ്പീലാണ്. ഒപ്പം ഈ കേസിൽ ജാമ്യം ലഭിക്കാതെ ശേഷിക്കുന്ന പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ രണ്ട് ഹർജികളും രണ്ട് അപ്പീലുകളും ഒരുമിച്ച് വിശദമായ വാദം കേൾക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് അടുത്ത ദിവസത്തേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഡേറ്റ് അറിയിക്കും. അന്നു മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം സുപ്രീം കോടതിയിൽ ഉണ്ടാകും. ഏതായാലും ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക്, അത് 17 പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം നൽകിയത് മതിയായ കാരണങ്ങളില്ലാതെയാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ശരി ജിഷ്ണു.